ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഓൺലൈനിൽ നിന്ന് ഫ്രീ ആയിട്ട് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാൻ കാർഡ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഇത് പാൻ കാർഡ് എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റ് പാൻ കാർഡാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതിന് വാലിഡിറ്റി കുറവാണ്. നമുക്ക് എന്തെങ്കിലും പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് പാൻ കാർഡ് നമ്പറിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അത്യാവശ്യത്തിന് കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഫ്രീ ആയിട്ട് നമുക്ക് ഇൻകം ടാക്സ് തരുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഗൂഗിളിൽ ഇൻകം ടാക്സ് എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഇൻകം ടാക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് കയറി ചെല്ലണം. അപ്പോൾ ഇൻകം ടാക്സ് .gov.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ വെബ്സൈറ്റിലോട്ട് കയറി വരുന്നതാണ്. നിങ്ങൾക്ക് ഈ ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇൻസ്റ്റൻറ്റ് പാൻ കാർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൽ വാണിങ്, അതേപോലെ തന്നെ ഈ പാൻ കാർഡിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ പറയുന്നത് 18 വയസ്സായിരിക്കണം ഈ പാൻ കാർഡ് എടുക്കുന്ന ആൾ. അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് എടുക്കരുത് എന്നും ഇതിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ഫൈനൊക്കെ വരുമെന്ന് കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ പാൻ കാർഡ് എടുക്കാനായിട്ട് ഗെറ്റ് ന്യൂ പാൻ കാർഡ് എന്നുള്ളതിന് താഴെയായിട്ടുള്ള ഗെറ്റ് ന്യൂ പാൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡ് നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസ് വച്ചിട്ടായിരിക്കും ഈ പാൻ കാർഡ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ആധാർ കാർഡിലത്തെ ഫോട്ടോയും ആധാർ കാർഡിലത്തെ നെയിമും അതേപോലെ തന്നെ ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലോട്ട് OTP വന്നുകൊണ്ടായിരിക്കും ഇതിൻ്റെ വെരിഫിക്കേഷനൊക്കെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആകുന്നത്. ആധാർ കാർഡ് നമ്പർ കൊടുത്തതിന് ശേഷം ഐ കൺഫേം ദാറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതോടെ നമുക്ക് OTP വാലിഡേഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇത് അടിഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം അടിഭാഗത്ത് കാണുന്ന ചെക്ക് ബോക്സിൽ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ജനറേറ്റ് ആധാർ OTP എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതോടെ ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് OTP ചെന്നിട്ടുണ്ടാവും. ആ OTP ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇത്തരത്തിൽ നിങ്ങൾ ഈ പാൻ കാർഡ് എടുത്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്കത് ഫിസിക്കൽ പാൻ കാർഡിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അത് nsdl വെബ്സൈറ്റ് അല്ലെങ്കിൽ UTA യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ OTPക്ക് വാലിഡിറ്റി എന്ന് പറയുന്നത് 10 മിനിറ്റാണ്. 10 മിനിറ്റിനുള്ളിലായിട്ടായിരിക്കും നമുക്ക് വരിക. അതിന് ഇടയിലായിട്ട് നിങ്ങൾക്ക് OTP റീസെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്ന സമയത്ത് റീസെൻഡും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മൊബൈലിലോട്ട് വന്നിരിക്കുന്ന OTP എൻ്റർ ചെയ്തതിന് ശേഷം ഐ അഗ്രി ടു വാലിഡേറ്റ് മൈ ആധാർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതോടെ നമ്മളുടെ ആധാറിലത്തെ ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കുന്നതാണ്. അതെല്ലാം ഓക്കെ അല്ലേ എന്നുള്ളത് കൺഫേം ചെയ്ത് കൊടുക്കുക. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇമെയിൽ ID എന്നുള്ളതിന് സൈഡിലായിട്ട് ലിങ്ക് ഇമെയിൽ ID എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്താലുള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഇപ്പോൾ ബാങ്കിങ് ആവശ്യങ്ങൾക്കൊക്കെ പാൻ കാർഡ് കൊടുക്കുന്ന സമയത്ത് ഇമെയിൽ IDയിൽ ലിങ്ക് ആയിരിക്കണം പാൻ കാർഡ് എന്നുള്ള നിബന്ധന ചില ബാങ്കുകൾ വെക്കാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ ഇമെയിൽ ID കൂടി നിങ്ങൾ ലിങ്ക് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ഇമെയിൽ ID അവിടെ എൻ്റർ ചെയ്തതിന് ശേഷം സെൻഡ് OTP കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ മെയിലിലോട്ട് ഒരു OTP പോകുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് അതിൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇമെയിലോട്ട് വന്നിരിക്കുന്ന OTP എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വാലിഡേറ്റഡ് എന്ന് ഒരു ടിക്കായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം അടിഭാഗത്ത് കാണുന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കൺഫേം അല്ലേ എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് യുവർ റിക്വസ്റ്റഡ് ഫോർ പാൻ കാർഡ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് എഴുതി കാണിച്ചിട്ടുള്ള ഒരു വിൻഡോ വരുന്നതാണ്. ഇവിടെയായിട്ട് നമുക്ക് അക്നോളജ്മെൻറ്റ് നമ്പറും വന്നിട്ടുണ്ടാവും. ഇതോടെ നിങ്ങളുടെ ജിമെയിലോട്ടും മെയിൽ വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കൊരു 24 മണിക്കൂറിന് ഉള്ളിലായിട്ടായിരിക്കും നമുക്ക് പാൻ കാർഡ് റെഡിയാവുക. അപ്പോൾ ഇൻസ്റ്റൻറ്റ് പാൻ കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അപ്ലൈ ചെയ്തിരിക്കുന്ന പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് 24 മണിക്കൂർ വരെയാണ് അവർ പറയുന്നത്. മാക്സിമം പോയി കഴിഞ്ഞാൽ 24 മണിക്കൂർ എന്നാണ് പറയുന്നത്. 10 മണിക്കൂർ മുതൽ നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ ആദ്യം തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇൻകം ടാക്സ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പാൻ കാർഡ് റെഡി ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിമെയിലായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജിമെയിലോട്ട് അതിൻ്റെ അപ്ഡേഷൻ വരുന്നതാണ്. പാൻ കാർഡ് റെഡി ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിലോട്ട് തന്നെ കയറി വന്നതിന് ശേഷം
ഇവിടെ ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഈ പാൻ കാർഡിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടിഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം ചെക്ക് സ്റ്റാറ്റസ് ഓർ ഡൗൺലോഡ് പാൻ എന്ന് പറയുന്നതിന് താഴെയുള്ള കണ്ടിന്യൂ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ 12 അക്ക ആധാർ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. ഇവിടെ ആയിട്ട് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ എൻ്റർ ചെയ്ത ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പറിലോട്ട് OTP ചെന്നിട്ടുണ്ടാകും. ആ OTP ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. വന്നിരിക്കുന്ന 6 അക്ക OTP എൻ്റർ ചെയ്ത ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് പാൻ കാർഡ് അലോട്ടഡ് സക്സസ്ഫുള്ളി എന്നുള്ള രീതിയിൽ ഇവിടെ നമുക്കൊരു ഇമേജ് വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വ്യൂ ഈ പാൻ കാർഡിൻ്റെ സൈഡിലായിട്ട് ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പാൻ കാർഡിന് ഒരു പാസ്വേഡ് ഉണ്ടാവും. പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സ്പേസ് ഇല്ലാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആധാർ കാർഡിലുള്ള ആ ഡേറ്റ് ഓഫ് ബർത്ത് മുഴുവനായിട്ടും സ്പേസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫയൽ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പിയാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ആയിട്ട് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ എന്നതിന് താഴെയായിട്ടാണ് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ ലഭിച്ചിരിക്കുന്നത്. അതാണ് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ. ഇത് നിങ്ങൾ മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങളുടെ നെയിം, അതേപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ അടിഭാഗത്തായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ കാർഡിൻ്റെ സോഫ്റ്റ് കോപ്പി രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ PVC ടൈപ്പിലോട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് അടിച്ചെടുക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഫിസിക്കൽ പാൻ കാർഡിലോട്ട് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 50 രൂപ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫിസിക്കൽ കാർഡിലോട്ട് മാറ്റാം. അതേപോലെ തന്നെ 107 രൂപ അടച്ചുകൊണ്ട് nsdl അല്ലെങ്കിൽ UTI സൈറ്റ് വഴി മുഴുവനായിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ പാൻ കാർഡിലോട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ പാൻ കാർഡ് എടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് പാൻ കാർഡാണ്. അപ്പോൾ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണ്. ഫ്രീ ആയിട്ട് ഇൻകം ടാക്സ് തരുന്ന പാൻ കാർഡാണ്. അപ്പോൾ ഈ രീതിയിൽ എടുക്കാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.